സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വീണ്ടും കുറഞ്ഞു. പ്രതിദിന ഉപഭോഗം 101 ദശലക്ഷം യൂണിറ്റ് ആയിട്ടാണ് കുറഞ്ഞത്. ഒരാഴ്ചക്കിടയിൽ ഉപഭോഗത്തിൽ 17 ദശലക്ഷം യൂണിറ്റാണ് കുറവ് വന്നത്. വേനൽ മഴ പെയ്തതോടെയാണ് ഉപഭോഗം കുറഞ്ഞത്. അതേസമയം വൈദ്യുതി ആവശ്യകതയിൽ ആശങ്ക തുടരുകയാണ്. വൈകിട്ടത്തെ ആവശ്യകത 5684 മെഗാവാട്ടായി വർദ്ധിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുകയാണ്. ആഷിഖ്, വേനൽ ചൂടിന്റെ ഒരു കാഠിന്യം കുറഞ്ഞതോടെയാണ് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് വന്നത്. പക്ഷേ ആവശ്യകതയിൽ ആശങ്ക ഇപ്പോഴും തുടരുന്നുണ്ടല്ലേ? അരുണ്യ, ഈ ഉപയോഗം കുറഞ്ഞത് ഒരുപക്ഷെ KCBക്ക് വലിയ ആശ്വാസകരമായിരിക്കും. ഒരു 100 ദശലക്ഷം യൂണിറ്റ് ഉപയോഗം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ഉപയോഗമാണ്. അത് മറികടന്ന് 118 ദശലക്ഷം യൂണിറ്റിലേക്ക് എത്തിയത് തിങ്കളാഴ്ചയായിരുന്നു. സർവ്വകാല റെക്കോർഡിലേക്ക് എത്തുകയും സംസ്ഥാനത്തുടനീളം നിയന്ത്രണം വേണ്ടി വന്ന ഒരു സമയമായിരുന്നു അത്. പിന്നീട് ഇങ്ങോട്ട് വേനൽ മഴ പെയ്തു, അതിൽ സാധാരണഗതിയിൽ ഉപയോഗം കുറഞ്ഞു. അതുപോലെ കേന്ദ്രത്തിൽ നടക്കം ലഭിക്കുന്ന വൈദ്യുതി കിട്ടി. ഇതോടെയാണ് സംസ്ഥാനത്ത് KCBക്ക് പ്രതിസന്ധി ഒഴിവായത്. അതിന് പിന്നാലെ ഉപയോഗത്തിൽ വലിയ കുറവാണ് അനുഭവപ്പെട്ടത്. പിന്നീട് തിങ്കളാഴ്ചയ്ക്ക് പിന്നീട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കൃത്യമായി ഇടവേളകൾ കൃത്യമായി കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ 107 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു, ഇന്നത് 101 കുറഞ്ഞിട്ടുണ്ട്. KCB സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അതിനാൽ തന്നെ ഉപയോഗം വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും പക്ഷേ അതേസമയം തന്നെ വൈദ്യുതി ആവശ്യകതയിൽ രാത്രികാലങ്ങളിലെ ആവശ്യകതയിൽ ഒരു വർധന വന്നിട്ടുണ്ട്. ഇന്നലെ 5100 മുകളിൽ മെഗാവാട്ടിലായിരുന്നു ഉപയോഗമെങ്കിൽ ഇന്നത് 5684 വർദ്ധിച്ചിട്ടുണ്ട്. വൈദ്യുതി ആവശ്യകതയിൽ ഒരു വർധന ഉണ്ടായത് ആശങ്കയായി തുടങ്ങുമ്പോഴും ഉപയോഗം വൻതോതിൽ കുറഞ്ഞത് നിലവിൽ ആശ്വാസകരമാണ്. അതിനാൽ തന്നെ നിലവിൽ വൈദ്യുതി നിയന്ത്രണമില്ല. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് സംസ്ഥാനത്തുടനീളം നിയന്ത്രണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഈ വൈദ്യുതി ഉപയോഗം കുറഞ്ഞതിനനുസരിച്ച് ആ നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കിയപ്പോൾ പൂർണ്ണമായും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ KCB ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും ഉപയോഗം സാധാരണഗതിയിലെത്തിയിരിക്കുന്നു. KCBയുടെ പ്രവർത്തനങ്ങളും സാധാരണ നിലയിലേക്ക് മാറിയിരിക്കുന്നു. അരുണ്യ, ശരി.